ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഉരുളക്കിഴങ്ങ് കുറുമയാണ് ഉണ്ടാക്കാൻ പോണേ. ഇത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാത്തിനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ഇതുപോലെ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, ഈ സൈസുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കുറുമയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ നോക്കാം. അടുപ്പത്ത് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 2.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2-3 പട്ടഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. രണ്ട് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുറുമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സാക്കി കൊടുത്ത ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കണം. നമുക്ക് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി മതിയാവും. അടി പിടിക്കാതെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചെറു തീയിൽ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് 2 മിനിറ്റ് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീർ മുളക് പൊടിയാണ്, അതാണ് ഇട്ട് കൊടുക്കണേ. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് പാകത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടെ അരച്ച് ചേർത്തുമല്ലോ, അപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലയും കൂടെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശകശ 1/2 ടീസ്പൂൺ, വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കശുവണ്ടി പരിപ്പ് 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ മസാല അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്താം. പാകമാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറുമ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് പൂരി ഉണ്ടാക്കാൻ നോക്കാം. അടുപ്പത്ത് ഫാൻ വെച്ച് ഗോൾഡ് വിന്നർ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പാകത്തിന് ഒഴിച്ച് കൊടുത്ത ശേഷം അത് ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് പരത്തി വയ്ക്കാം മാവ്.
അങ്ങനെ ഞാൻ കുഴച്ച് വെച്ചിരുന്ന മാവ് മേക്കറിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ എണ്ണയൊന്ന് ലേശം പരത്തി കൊടുത്ത ശേഷം നമുക്ക് മേക്കറിൽ വെച്ച് പരത്തി നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ എളുപ്പമാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പരത്തിയ മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറിയ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നാവും. അങ്ങനെ പൊള്ളി വന്നിട്ടുണ്ട്. നല്ല ചെറിയ പൂരിയല്ലേ, പെട്ടെന്നായി കിട്ടും. നമുക്ക് വലുതായിട്ട് വേണമെങ്കിലും പരത്തി കൊടുക്കാം, ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇതിലേക്ക് നമുക്ക് 2-3 ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കണതുകൊണ്ട് സാമ്പിളിനൊന്നും ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ 2-3 ഇട്ട് കൊടുക്കാം. പെട്ടെന്നായി കിട്ടുമല്ലോ. 2-3 പരത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ഓരോ പൂരിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ കുറുമ ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാത്തിനും പറ്റും. ഈ പൂരിക്ക് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ പരത്തിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ പൂരി റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയും പൂരിയും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.